महितमयूखमां काव्यकल्लोलिनी उज्जयिनी 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 मधुरमनोज्ञ महितमयूखमां काव्यकल्लोलिनी उज्जयिनी नवरत्न पूजित विद्वल सदस्सिने काल्चिलम्बणिक्कुम उज्जयिनी नवरत्न पूजित विद्वल सदस्सिने काल्चिलम्बणिक्कुम उज्जयिनी 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 കന്യകൾ മരവുരിഞ്ഞൊറിയും മരാള കന്യകൾ മരവുരിഞ്ഞൊറിയും കാളിദാസ കാവ്യമേഘദൂതുണരും ഉജ്ജയിനി അമരാപുര രവിഭാസുര വിക്രമാദിത്യഗാഥകൾ ദിഗ്വിജയ കൊടി പാറിച്ചൊരി ഉജ്ജയിനി ഹേ രാവണ, ഹേ രാവണ, ഇത് കൈലാസം. കബർദമെന്ന ചുവന്ന ജട ചൂടി നെറ്റിയിൽ അഗ്നിമയമായ തൃക്കണ്ണ് ജ്വലിപ്പിച്ച് പിനാകമെന്ന തൃശൂലമേന്തി നിൽക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരകന്റെ ശങ്കരപീഠം. അത് മാനിക്കാതെയുള്ള നിന്റെ സഞ്ചാരം നിർത്തുക. ഐശ്വര്യവും ജ്ഞാനവീര്യങ്ങളും ആർജിതമായ പുലസ്ത്യത്തനയൻ സർവലോകത്തിനു മേൽ വിജയത്തിന്റെ കുതിരക്കുളമ്പടി മുഴക്കി യുദ്ധവെറി മാറാതെ നിൽക്കുന്ന ഈ ലങ്കാധിപനോടാണോ നന്ദികേശ നിന്റെ ആജ്ഞ? രാവണ, സംഹാരമൂർത്തിയായ ശ്രീ മഹാദേവന്റെ ഗിരിശൃംഖത്തിന് മുകളിലോ നിന്റെ വമ്പ്? ദേവാദിദേവന്റെ ധ്യാനത്തിന് ഭംഗം വരുത്താതെ മറ്റൊരു ദിശയിൽ കൂടി യാത്ര ചെയ്യുന്നതാണ് താങ്കൾക്ക് നല്ലത്. രാവണനെന്നും ഉന്നതനാണ്, ഏത് ശൃംഖങ്ങൾക്കും മുകളിൽ. ദൈത്യപ്രഭുവായ ഈ കൈകസ്യപുത്രന്റെ മാർഗം ദൈത്യമാണ്. നമ്മുടെ പുഷ്പകത്തിന്റെ ശീഘ്രയാനത്തിൽ ദേവകുലത്തിന്റെ സർവവും നാം തച്ചു തകർക്കും. അവർക്ക് വേണ്ടി വാദിക്കുവാൻ വരുന്നവൻ ഈ രാവണന്റെ ശത്രു. രാവണ, ഞാൻ അപേക്ഷിക്കുകയാണ്, കൈലാസത്തിന്റെ പവിത്രത മാനിക്കണം. നന്ദികേശന്റെ ശിരസിലല്ലേ കൊമ്പ്? ഈ കൈലാസത്തിനും കൊമ്പുണ്ടോ? അല്ലേലും നമ്മുടെ സഞ്ചാരപഥം നിശ്ചയിക്കാൻ നീ ആര്? വാക്കുകൾ കൊണ്ട് അമ്മാനമാടാൻ സമർത്ഥനാണല്ലോ താങ്കൾ. ഏത് തെറ്റും ശരിയെന്ന് തോന്നിപ്പിക്കുന്ന ഈ ഇന്ദ്രജാലം അവസാനിപ്പിച്ച് മടങ്ങിപ്പോ. നിഷ്കാമ ശിവഭക്തനായ നമ്മെ വാനരനെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. ഹേ രാവണ, നിന്നെ ശപിക്കുന്നു. ഒരു വാനരൻ മുഖാന്തരം നീയും നിന്റെ കുലവും നാടും നശിക്കും. ഇത് സത്യം. നമ്മെ ശപിക്കുന്നോ നീ? വെള്ളില പോലെ വിളറി ഭയന്ന് നിൽക്കുന്ന നിന്നെ കൊല്ലാൻ മനസ്സനുവദിക്കുന്നില്ല. പൊയ്ക്കോ, നമുക്ക് വിഘ്നമാകാതെ. രേഖപ്പെടുത്തിയിട്ടില്ല.
നമ്മുടെ സ്വൈര്യയാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഈ കൈലാസശൈലത്തെ പിഴുതെടുത്ത് അമ്മാനമാടി കളിക്കുവാൻ പോവുകയാണ്. നീ ഇത് കണ്ടോളൂ വാനര, ഇത് കണ്ടോളൂ വാനര, ഇത് കണ്ടോളൂ വാനര. ആഴിയെ നാഴി കൊണ്ട് അളക്കുന്ന രാവണ. പ്രപഞ്ചനാഥനായ കൈലാസേശ്വരൻ എവിടെ? കേവലനായ നീ എവിടെ? ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. അഹങ്കാരവും ശാപവും ശക്തിഭാരമായി രാവണനെ പിന്തുടർന്നു. കൈകൾ മലയുടെ അടിയിൽ കുരുങ്ങി ചതഞ്ഞ് വേദന സഹിക്കവയ്യാതെ ആ രാക്ഷസപ്രവരൻ വിലപിച്ചുകൊണ്ട് ദീർഘകാലം അങ്ങനെ കിടന്നു. ഒരു നാൾ ഏതിരുട്ടിലും വഴിതെറ്റുന്നവർക്കിടയിലേക്ക് നെറ്റിക്കണ്ണു തുറച്ച് പ്രത്യക്ഷമാകുന്ന നിത്യപ്രയാണമായ ശിവസത്യം അവിടെ കണ്ണു തുറന്നു. ആരാ നമ്മെ ഈ ദുർവിധിയിൽ നിന്നൊന്ന് രക്ഷിക്കുക? ആരാ? ഓം നമഃ ശിവായ, 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 നമഃ ശിവായ. മഹാത്മൻ അവിടെ നിന്ന് നമ്മെ രക്ഷിച്ചാലും നിവാരണമില്ലാത്ത മഹാപാപത്തിന്റെ കയത്തിലാണ്ടുപോയി നാം. ഈ ദുരിതത്തിൽ നിന്നും കരകയറാൻ അവിടുന്ന് ഒരു രക്ഷാമാർഗം ഉപദേശിച്ചാൽ. കണ്ടതേ കാഴ്ച, കൊണ്ടതേ കോലം. രാവണ, നിന്നിലെ ജ്ഞാനം ജഡമായി തീർന്നിരിക്കുന്നു, വിനയം അഹങ്കാരമായി. ഇത് ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിന്നെ രക്ഷിക്കുക? അറിയില്ല. സ്വാമി, അവിടുന്ന് നമ്മെ കൈവെടിയരുതേ സ്വാമി. രാവണ, നീ മഹാ അപരാധമാണ് ചെയ്തതെങ്കിലും നാം ഒരു ഉപായം പറഞ്ഞു തരാം. ശ്രേഷ്ഠനായ വിശ്രവസിന്റെ പുത്രനായ നീ സകല കലകളിലും പ്രാവീണ്യമുള്ളവനാണെന്ന് നമുക്കറിയാം. ശിവഭഗവാൻ സംഗീതപ്രിയനാണ്. അദ്ദേഹത്തെ മനസ്സിൽ സ്മരിച്ച് സ്തുതിക്കൂ. കരുണാർദ്രചിത്തനായ കൈലാസനാഥൻ നിന്റെ ഗാനധാര ശ്രവിച്ചാൽ ആ തിരുവുള്ളം കനിയാതിരിക്കില്ല. ശക്തി എനിക്ക് അനുഗ്രഹമാണ്. ചിലപ്പോൾ നമ്മുടെ ശാപവും അത് തന്നെ. എല്ലാം അവിടുത്തെ ആജ്ഞ പോലെ. ശ്രീ മഹാദേവ പ്രീതിക്കായി ദിവ്യമായ ഒരു രഹസ്യമന്ത്രം കൂടെ ഞാൻ ഉപദേശിക്കാം. ശ്രവിച്ചാലും. മനസ്സ് ഒരു ഹീനലോകമാണ് രാവണ. ആ ഹീനലോകത്തെ സ്വർണമാക്കാനുള്ള ശ്രമമാണ് ധ്യാനം, ശിവശങ്കര ധ്യാനം. സർവവും മറന്ന് സർവേശ്വരനെ സ്തുതിച്ചോളൂ. ശിവനെ, അലിവോടെ അങ്ങ് എന്നെ ഒന്ന് നോക്കിയാലും.
അഹങ്കാരത്താലും മഹിതവൃത്തി കൊണ്ടും അങ്ങയെ വേദനിപ്പിച്ചവനാണ് ഞാൻ. അവിടുത്തേക്ക് അപ്രിയമായി പ്രവർത്തിച്ച് ഞാൻ ശിക്ഷ ചോദിച്ചു വാങ്ങി. നിരഞ്ജനം സൂര്യലോചനം കപാലമാലികാധരം മുനിസുരാർച്ചിതം ശിവം ജഗത്പ്രിയം ശിവം പരമേശമീശ്വരം അനന്തകോടിയോഗി വൃന്ദവന്ദ്യമീശ്വരം ജഗത്പ്രിയം ശിവം പരമേശമീശ്വരം അനന്തകോടിയോഗി വൃന്ദവന്ദ്യമീശ്വരം സദാ നമാമിഷം സദാ നമാമിഷം. കരുണാമയനെ, അവിടുന്നാണ് സത്യം, അങ്ങാണ് ശിവം, അങ്ങാണ് സുന്ദരം. രാവണ, നീയാണ് ലോകത്തിലെ ഉന്നതനായ സംഗീതജ്ഞൻ. നിന്റെ ഗാനധാരയിൽ നാം സംപ്രീതനായി. ആയതിനാൽ നിനക്ക് നാം ദീർഘായുസ്സും ചന്ദ്രഹാസം എന്ന ഈ ഖഡ്ഗവും പ്രദാനം ചെയ്യുന്നു. മംഗളം ഭവ. വാഗീശ്വരമുനി, ഒന്ന് നിന്നാലും. പ്രഭോ, ദൈത്യപ്രഭുവായ രാവണനെ എന്തിനാ സഹായിച്ചത്? അത് മഹാദേവ, അങ്ങയുടെ ഉത്തമ ഭക്തനല്ലേ രാവണൻ? സമ്മതിച്ചു. രാവണൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തൻ തന്നെ. പക്ഷേ കേവലമായ ചാബല്യം അങ്ങയെ ബാധിച്ചിരിക്കുന്നു. അയ്യോ ശങ്കര, നമുക്ക് പിഴച്ചുവോ? രാവണനെ സഹായിക്കാൻ കൈലാസ രഹസ്യം നൽകിയ താങ്കൾ നമുക്ക് മിത്രമോ ശത്രുവോ? മഹാപ്രഭു, അവിവേകം, അവിവേകം, അവിവേകം. അതെ, വിവേകമില്ലാത്ത വിധി ഇവിടെ അങ്ങയെ അവിവേകിയാക്കി. ഈ സ്വാർത്ഥതയ്ക്ക് എന്ത് ശിക്ഷയാണ് നാം കൽപ്പിക്കുക? അത് താങ്കൾക്ക് തന്നെ നിശ്ചയിക്കാം. ദേവദേവ, എത്രയൊക്കെ ന്യായവാദങ്ങൾ ഉന്നയിച്ചാലും സ്വാർത്ഥതയുടെ ഒരു കണിക എന്നിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇനി ഈ രാവും പകലും സ്വപ്ന സുഷുപ്തി അവസ്ഥകളിൽ പോലും ആ സ്വാർത്ഥതയുടെ പാപഭാരത്തെ പ്രപഞ്ച സാക്ഷികൾക്ക് മുന്നിൽ മറയ്ക്കാനാവില്ല, ആവില്ല തമ്പുരാനെ. ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഇനി പ്രായച്ചിത്തം മാത്രം. പ്രായച്ചിത്തമോ? അതെ, ചെയ്തു പോയ അവിവേകത്തിന് അടിയന് പ്രായച്ചിത്തം ചെയ്യണം. അതിനായി അങ്ങയുടെ അപദാനങ്ങൾ പാടി അങ്ങയെ സ്തുതിക്കാൻ അടിയന് വീണ്ടും ഒരു ജന്മം കൂടി നൽകിയാലും പ്രഭോ. കൈലാസവാസിയായ ഈ യോഗിക്ക് ഒരു നരജന്മം ഈ പാപക്കറ കളയാൻ നൽകണേ ശങ്കര. ഒരു നരജന്മം, ഒരു നരജന്മം, ഒരു നരജന്മം. തഥാസ്തു, തഥാസ്തു, തഥാസ്തു. ദുഷ്ടനായ രാവണനെ സഹായിച്ചതുമൂലം പശ്ചാത്താപ വിവശനായ വാഗീശ്വരമുനി തങ്കത്തമിഴ് ദേശത്തിലെ തിരുമുനൈപ്പാടി നാട്ടിലെ തിരുമാമൂരു ദേശത്തിൽ ഒരു സമൂഹത്തിന്റെ മുഴുവൻ ഇരുളകറ്റുന്ന ജ്ഞാനപ്രകാശമായി ഭവിക്കുവാൻ ഇരുളകറ്റുന്ന എന്നർത്ഥം വരുന്ന മരുൾ നീക്കിയോൺ എന്ന നാമത്തിൽ പിറവികൊണ്ടു. ശിവഭക്തയായ തിലകവതി എന്ന തന്റെ ഒരേ ഒരു സഹോദരിയുടെ ശിക്ഷണത്തിൽ മരുൾ നീക്കിയോൺ വളർന്നു.
അനുപത സ്നേഹ സാമ്രാജ്യം സഹജം പ്രയമന സമ്പാദ്യം അനുപത സ്നേഹ സാമ്രാജ്യം സഹജം പ്രയമന സമ്പാദ്യം നിജമന സ്നേഹ സിന്ദൂരം ഉദയം പാടുമ്പോ പാളം വിശ്വത്തിലൊന്നാകെ വിടരുന്ന പൊൻസൂര്യൻ നീ എന്നും ഹൃദയ പത്മത്തിനഴകായി അരിയിലെത്തുന്ന സായാഹ്നം അറിയുന്നൊരാദ്വൈതത്തിൻ നിലയ്ക്കാത്ത വാത്സല്യത്താൽ പരിപാവനം ഹൃത്തിലുത്തമം സത്യമാനസം അകക്കോണിൽ ഈ മൃദുവദനം ഭാവം മാതൃഭാവം സഹജ സ്നേഹം മൃദുതരമതിലണിയും അനുപത സ്നേഹ സാമ്രാജ്യം സഹജ പ്രയമന സമ്പാദ്യം നിജമന സ്നേഹ സിന്ദൂരം ഉദയം പാടും ഭൂപാളം വിശ്വത്തിലൊന്നാകെ വിടരുന്ന പൊൻസൂര്യൻ നീ എന്നും ഹൃദയ പത്മത്തിനഴകായി നീ എന്നും ഹൃദയ പത്മത്തിനഴകായി നിർമ്മാണ നിർവഹണം ഗിരീഷ് ഉജ്ജയിനി. भूषणभूषिताङ्गं व्याघ्राजिनाम्बरधरं जटिलं त्रिनेत्रं पाशाङ्कुशभयशूलपाणिम् अम्बरम् നിർമ്മാണം ശശികല ഗിരീഷ്. കാലം നാനാ വഴികളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഒരു ഇളം തെന്നലായി, കിളിമൊഴിയായി, പാതിരാ പൂവിന്റെ ഗന്ധമായി. സുന്ദരിയും സുശീലയും ശിവഭക്തയുമായിരുന്ന തിലകവതിക്ക് വിവാഹാലോചനകൾ വന്നു തുടങ്ങി. അതിൻ പ്രകാരം ഇന്ന് തിലകവതിയുടെ വിവാഹ നിശ്ചയ അങ്കുലീയ കർമ്മദിനമാണ്. പല്ലവരാജ്യ സേനാനായകനായ കൽപ്പകകുമാരനാണ് പ്രതിശ്രുതവരൻ. അങ്ങനെ പവിത്രമായ അങ്കുലീയ ധാരണത്തിലൂടെ പുകൾപെറ്റ പല്ലവരാജ്യ സേനാനായകനായ കൽപ്പകകുമാരന്റെയും തിലകവതിയുടെയും വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. വരുന്ന മാർഗഴി മാസം ശുഭമുഹൂർത്തം നിശ്ചയിച്ച് തിരുമാമൂർ ശിവസന്നിധിയിൽ വെച്ച് ഇരുവരുടെയും വിവാഹം കെങ്കേമമായി നടത്തപ്പെടുന്നതാണ്. സേനാപതിക്ക് വന്ദനം. രാജസമക്ഷത്തിൽ നിന്നും ഒരു അടിയന്തര സന്ദേശമുണ്ട്. ഉണർത്തിച്ചാലും. സേനാപതി, ശത്രുരാജ്യങ്ങൾ ഒന്നിച്ച് നമ്മുടെ മാതൃരാജ്യത്തിന് നേരെ പടനയിച്ചു വരികയാണ്. ആയതിനാൽ താങ്കൾ ഇപ്പോൾ തന്നെ പോർമുഖത്തെത്തി സേനയെ നയിക്കണമെന്നാണ് രാജകൽപ്പന. ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് നിമിഷങ്ങൾ മാത്രമേ ആയുള്ളൂ. ഇപ്പൊ തന്നെ പുറപ്പെടണം. ഇതു രാജശാസനയാണ്. അനുസരിക്കുവാൻ നാം ബാധ്യസ്ഥനും. പിറന്ന നാടിന്റെ സംരക്ഷണമാണ് നമ്മുടെ ധർമ്മം. അതെ, ശീഘ്രം നാം പോയേ മതിയാകൂ. വിഷമമരുത് തിലകവതി.
ശത്രുരാജ്യത്തെ കീഴടക്കി വിജയ പതാക ഉയർത്തി നാം ഉടൻ തിരിച്ചു വരും. നിനക്കും മംഗല്യ പുടവ ചാർത്താൻ. വിജയക്കൊടി പാറിച്ച് മടങ്ങിയെത്തുന്ന അങ്ങയ്ക്ക് വിജയത്തിനകം ചാർത്താൻ ഈ ഉള്ളവൾ കാത്തിരിക്കും. നാം ഒന്ന് നനയ്ക്കുമ്പോൾ വിധി മറ്റൊന്ന് നനയ്ക്കുന്നു. ശത്രുപക്ഷത്തെ പോരാളികളുമായി ജന്മനാടിനു വേണ്ടി പൊരുതിയ കൽപ്പകകുമാരൻ പോർക്കളത്തിൽ വീരചരമം പ്രാപിച്ചു. ഹൃദയഭേദകമായ ആ സംഭവം ഹതഭാഗിയായ തിലകവതിയുടെ കുടുംബത്തെ അടിമുടി തകർത്തു കളഞ്ഞു. ഹേ മകരാക്ഷി, അത് കണ്ടോ? നാം പറഞ്ഞില്ലേ അവൾ വരുമെന്ന്. ഈ രാത്രി അവൾ കുറങ്ങാനാകില്ല. സംശയിക്കണ്ട, അവളുടെ പിന്നാലെ അവനും വരും, അവളെ തേടി. പ്രതിശ്രുത വരന്റെ ചിതയിൽ ചാടി ജീവനൊടുക്കാനാവും അവളുടെ വരവ്. അതനുവദിക്കാൻ പാടില്ല മകരാക്ഷി. ആശ്രമം തടുക്കണം. കാലം കണക്ക് കൂട്ടിയത് പിഴച്ചതായി കേട്ടുകേൾവി പോലുമില്ല. അതെ, അവനെ നമുക്ക് വേണം. ആ മരുൾ നീക്കിയോനെ. ആത്മജ്ഞാനം നേടിയവനാണവൻ. നമ്മുടെ ആഭിചാരതന്ത്രത്തിന്റെ പിൻഗാമിയാകേണ്ടവൻ. അവളോടൊപ്പം അവനെത്തിയാൽ ഈ വശീകരണ ചൂർണം അവനറിയാതെ അവന്റെ ശിരസിൽ വിതറുക. അവൻ നമ്മോടൊപ്പം വന്നുകൊള്ളും. പരിണാമാരോഹണത്തിലെ മുഹൂർത്ത നിശ്ചയം അടുക്കാറായി. ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ മരുൾ നീക്കിയോനാവില്ല. മകരാക്ഷി, ഇതാ തിലകവതി ഇങ്ങെത്താറായി. നമുക്ക് തൽക്കാലം മറഞ്ഞു നിൽക്കാം. വാ. ഭഗവാനെ, ശങ്കര, വിവാഹം നിശ്ചയിച്ച് മന്ത്രമോതിരം അണിഞ്ഞ നാൾ തന്നെ വിധവയാകാൻ എന്തേ കാരണം? ജന്മാന്തര സുഹൃതം കൊണ്ട് കിട്ടിയ പ്രതിശ്രുതൻ വേർപിരിഞ്ഞത് എന്തേ? ദാനധർമാതി തൽപരരും ഉത്തമ ശിവഭക്തരുമായ ഞങ്ങളെ ദൈവം രക്ഷിക്കുമെന്ന് പറയുന്നത് സത്യമോ മിഥ്യയോ ഭഗവാനെ? അറിഞ്ഞുകൊണ്ട് ഈ
ജന്മം ഒരു പാപവും ചെയ്തിട്ടില്ല. ഗുരുവചനങ്ങൾ അനുഷ്ഠിച്ചു. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും പിന്നെ ആത്മാവും ശിവപാദങ്ങളിൽ അടിയറ വച്ചു. സുഖം വിധിച്ചിട്ടില്ലായിരിക്കും തമ്പുരാനെ. അപ്പോ ദുഃഖവും അതും വേണ്ട. ഈ ചിതയിൽ ചാടി തിലകവതി ജീവിതം ഇവിടെ അവസാനിപ്പിക്കുക. അടിയന് മോക്ഷമരുളണേ ശങ്കര. ഉടപ്പിറപ്പേ, അരുതേ. ഇല്ല ഇല്ല, ഈ ജീവിതം ഇനി വേണ്ട. അരുതേ. നിങ്ങൾ ആരാണ്? നാം പുറങ്കാലൻ. അഥർവോപാസകൻ, ആഭിചാരമൂർത്തികളുടെ അമൃതോപാസകൻ. നിങ്ങൾ ഈ ശ്മശാനത്തിൽ, അതും ഈ നേരത്ത്? ശ്മശാനമാണല്ലോ നമ്മുടെ ക്രിയാപഥം. നീ എന്തിനു വിലപിക്കുന്നു? അസ്തമയം കണ്ട നീലത്താമരയുടെ വേർപാടിന്റെ ദുഃഖം നിന്റെ മുഖത്ത് കളിയാടുന്നല്ലോ കുമാര. കണ്ടില്ലേ, വിവാഹിതയാകുന്നതിന് മുമ്പേ വിധവയായ എന്റെ സഹോദരിയുടെ അവസ്ഥ. നിനക്ക് നമ്മൾ ചെയ്തു തരേണ്ട ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാലും ഈ ദുഃഖത്തിനൊരു പ്രതിവിധി. ദുഃഖം നിന്റെ ദുഃഖം അതാരു നീക്കാൻ? ശിവനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അവൾക്കും നിനക്കും എന്ത് കിട്ടി? എന്ത് കിട്ടാൻ? ശത്രുവിന്റെ കരങ്ങളിൽ ആയുധം നൽകി ഇവന്റെ ഈശ്വരൻ പരമേശ്വരൻ ഇവന്റെ സഹോദരിക്ക് നൽകിയ അത്യപൂർവമായ പാരിതോഷികം ഇതാ കണ്ടില്ലേ, വൈധവ്യം. ഒന്നും അവസാനിക്കുന്നില്ല, എല്ലാം സുനിശ്ചിതം, സുനിയന്ത്രിതം. ഇടയ്ക്ക് വെച്ച് ഒന്നും മാറുന്നില്ല. ഇനിയുമുണ്ട് നാശം, ഇനിയുമുണ്ട് നാശം, ഇനിയുമുണ്ട് നാശം. അവിടുന്ന് പറഞ്ഞു വരുന്നത് ധർമ്മം തലകാക്കുമെന്നും ദൈവം രക്ഷിക്കുമെന്നുമൊക്കെ പറയുന്നത് വെറും മിഥ്യയാണ്. തിലകവതി, വൈകാതെ ആ ദുരന്തം നിങ്ങളെയും ബാധിക്കും. ഇനിയും എന്ത് ദുരന്തം? മരണം. താമസം വിനാ നിന്റെ ഈ കരിനീല കണ്ണുകൾ അടയും, മുഖം തീ തിന്നും. പിണ്ടകർത്താക്കൾക്ക് സഞ്ചയനത്തിന് നീ ഒരസ്ഥിക്കഷ്ണം മാത്രം. പിന്നെ ഈ ശ്മശാനം നവധാന്യം വിതച്ച് വിളഭൂമിയാക്കും. ആ ദുർവിധി നിനക്കും വേണോ? ഇപ്പോൾ ഇവിടെ മൃത്യുവിൽ നിന്നും ഒരു നൂൽപാലത്തിലൂടെ രക്ഷപ്പെടുകയായിരുന്നു നീ. മരുൾ നീക്കിയോനെ, നിന്നെയും നിന്റെ നേർപ്പങ്ങളെയും രക്ഷിക്കാൻ നിന്റെ ശിവനാവില്ല. ഞങ്ങളുണ്ട്. ഞങ്ങളുടെ ഉപാസനാമൂർത്തിയായ നാരസിംഹികയുണ്ട്. വരൂ, നമ്മോടൊപ്പം നാരസിംഹികാമൂർത്തിയുടെ കളരിത്തറയിൽ. പ്രസാദിപ്പിക്കൂ, അവർ നിങ്ങളെ രക്ഷിക്കും. മൃത്യു സുനിശ്ചിതമെങ്കിൽ ജീവിതത്തിന് എന്തർത്ഥം? അതെ,
ആ വിധി നമ്മളിവിടെ മാറ്റി എഴുതുന്നു. ഇങ്ങനെ കേവലം ഒരു ശൈവ പണ്ടാരമായി ജന്മമൊടുക്കേണ്ടവനല്ല നീ. ദേവഗണങ്ങളെ വരച്ച വരയിൽ നിർത്താൻ ശക്തിയുള്ള ആഭിചാരക്രിയകൾ നിന്നെ അഭ്യസിപ്പിക്കാം. വൈകണ്ട, പുറപ്പെട്ടോളൂ ഞങ്ങളോടൊപ്പം. എന്നെ അനാഥയാക്കി. സർവം ശിവമയമല്ലേ? ആ പരമ്പൊരുളേ ഉള്ളൂ നമുക്ക് രക്ഷയായി. എന്നെ വിട്ട് പോകരുത് അനുജ, പോകരുത്. ഉവ്വ, ഞാൻ വരുന്നു നിങ്ങളോടൊപ്പം. ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് ഇഹപരങ്ങൾ നിഷേധിച്ചാലും ഈ മരുൾ നീക്യോൻ വിധിയോട് മല്ലിടും. മരുൾ നീക്കിയോൻ വരുന്നു. അതെ, ശൈവബോധങ്ങളെ നീ തച്ചുടയ്ക്കണം. ലോകയന്ത്രത്തിരിപ്പിന്റെ ആണി ഉള്ളം കയ്യിലാണെന്ന് അഹങ്കരിക്കുന്ന ചുടല നർത്തക, ഈ രോദനം ചെവികൊള്ളാതെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന പീഠത്തിൽ ഭയന്നൊളിക്കുന്ന കപാലധാരി, ഈ രാവിന്റെ നാനാഭാവങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ ഈ മരുൾ നീക്കിയോനെ അമാനുഷ്യനാക്കാൻ പോവുകയാണ്. ശങ്കര, മഹാതപസ്സിനൊടുവിൽ നീ കണ്ണു തുറന്ന് കാണുക. ഇത് ശാക്തേയ മതത്തോട് ആദിമവും ആഭിചാരവുമായ താന്ത്രിക മതത്തിന്റെ വെല്ലുവിളി. വെളുപ്പും പടക്കൂട്ടം പടക്കളം 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 ഇരുൾ തെളിയും ക്രോധ കണ്ണുകൾ വ്യാളി മുഖം തമ്മിൽ പോയതും കറുത്ത കോലം ചെണ്ട ചെങ്ങില അസുരമേളം ഭീകരതാളം സിംഹിക തീയന പടരും താളം കറുപ്പും വെളുപ്പും പടക്കൂട്ടം പടക്കളം കറുപ്പും വെളുപ്പും പടക്കൂട്ടം പടക്കളം അങ്കം വെട്ടും ജയ പടക്കമുയരും വാദ്യഘോഷം മേളം അങ്ക
പടക്കം വെട്ടും ജയ പടകമുയരും വാദ്യഘോഷം നൃത്തമേളം അനാദിലയനം ആദിമചലനം അനാദിലയനം ആദിമചലനം അഥർവമന്ത്രധ്വനിഭരിതം അഥർവമന്ത്രധ്വനിഭരിതം കറുപ്പും വെളുപ്പും പടക്കൂട്ടം പടക്കള കറുപ്പും വെളുപ്പും പടക്കൂട്ടം പടക്കള തക്ക് തക്കും 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 തക്ക് ചിക്കിൻ 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 ചൊമ്പും കുഴലും ഭീകരമുണരും മർമ്മരമന്ത്രം കങ്കണതാളം സ്മൃതിലയനം മാറ്റൊലി ചലനം തുടികൊട്ടി അലറും തിരയാട്ടം തുടികൊട്ടി അലറും തിരയാട്ടം കറുപ്പും വെളുപ്പും പടക്കൂട്ടം പടക്കള വീഴും തെളിയും ക്രോധ കണ്ണുകൾ വ്യാഴി മുഖം തമിഴ് പൊരുത് കറുത്ത കോലം ചെണ്ട ചെകില അസുരമേള ഭീകരതാളം സിംഹിക തീയത പടരും താളം മരുൾ നീക്കിയോനെ, നിന്റെ പൂർവാശ്രമം ഇന്നൊരു ഓർമ്മ മാത്രമാണ്. മഹാമന്ത്രസാരമനുസരിച്ച് നാം നാരസിംഹി മഹാവിദ്യകൾ നിനക്ക് ഉപദേശിച്ചിരിക്കുന്നു. കാലങ്ങൾ നീണ്ട അധ്യയനത്തിലൂടെ നീ ഉത്തമനായ ആഭിചാരിയായി തീർന്നിരിക്കുന്നു. ഇന്നു മുതൽ നമ്മുടെ മഹാമേരു തന്ത്രത്തിന്റെ തലവൻ നീയാണ്. ഇനി നിന്റെ ഉള്ളിൽ ശിവമില്ല. ഒന്നേ ഒന്ന്, സർവരക്ഷകയും ശിക്ഷകയുമായ ആ നാരസിംഹിക മാത്രം. ജയ് നാരസിംഹിക! നാരസിംഹിക ആഭിചാര സിദ്ധാന്തത്തിന്റെ കൊടിയടയാളമാണ് നീ. ഇന്നു മുതൽ ശിവമെന്നുച്ചരിക്കുന്ന സന്യാസിമാരുടെ താടിക്ക് തീ കൊളുത്തുക. ആശ്രമങ്ങൾ പൊളിച്ചെറിഞ്ഞ് യാഗവേദികൾ മൃഗനിണമൊഴുക്കി അശുദ്ധമാക്കുക. നാം പുറപ്പെടുകയായി. ഇവമൊടുക്കി തുടിമുഴക്കുവാൻ കാണുന്നില്ലേ ദിക്കുകൾ കാതുപൊത്തി ശയിക്കുന്നത്? കാറ്റടങ്ങി പ്രകൃതി വഴിമാറുകയാണ്. അലങ്കരീയമായ നാരസിംഹിയുടെ അഖണ്ഡമായ ആജ്ഞയുമായി ഞാനിതാ പുറപ്പെടുന്നു. യോഗികളും അവരുടെ ഈർഷ്യരൂപങ്ങളും രഹസ്യമായി സൂക്ഷിക്കുന്ന ആ അപ്രമാദിത്വത്തിന്റെ ആധാരശിലയുണ്ടല്ലോ, അത് ഞാൻ തകർക്കും. ഈ നാരസിംഹിക കൽപ്പിച്ചാൽ തടുക്കുവാൻ ഏതേത് മഹാദേവൻ. കുടിലമാന്ത്രിക വിദ്യകൾ അഭ്യസിച്ച മരുൾ നീക്കിയോൻ അനുയായികളുമായി ചേർന്ന് തന്റെ ദുഷ്കർമ്മങ്ങൾ കൊണ്ട് ശൈവാരാധനയെ എതിർത്തു. ശിവയോഗികളെ അപായപ്പെടുത്തി. ആഭിചാരമതത്തിന്റെ ഉഗ്രപ്രതാപിയായി വിരാജിച്ചു വന്നു. ഓം അഘോരായ നമസ്തുഭ്യം ഘോരഘോരതരായ ച സർവമൃത്യും വിനാശായ അഘോരായ വൈ നമോ. അരുതേ, ഇത് അധർമ്മമാണ്. ശിവകോപൻ ക്ഷണിച്ചു വരുത്തരുത്.
ശിവൻ ശിവൻ കോപം ഇവിടെ നാമുണ്ട്, നാം മാത്രം. എവിടെ എവിടെ തന്നെ ശിവൻ? എവിടെ? വിളിക്ക് വിളിക്ക്. എവിടെ? എവിടെയും എവിടെയും. അസഖ്യമായ വേദന ഇതെന്നെ കാർന്ന് കാർന്ന് തിന്നുന്നു. പുരോഹിതരെ, മരുൾ നീക്കിയോന്റെ അവസ്ഥ? ദേവാരപ്പുരയിലെ ഹോമാഗ്നിയും കെട്ടുപോയിരിക്കുന്നു. പുറങ്കാല പ്ലാസിൻ ചമതയും ഹോമദ്രവ്യങ്ങളും ആവാഹന മന്ത്രങ്ങളും കൈവിടാതെ ഉപസ്തരിച്ചിട്ടും സാധക മന്ത്രങ്ങൾ വെറും വിഫലം. അപ്പോൾ മരുന്നോ മന്ത്രമോ മരുൾ നീക്കിയോന്റെ ശൂലരോഗം ശമിപ്പിക്കില്ല എന്നാണോ? ശൂലരോഗം ഗ്രസിച്ച് 30 നാഴിക രാവും 30 നാഴിക പകലും വേദന പൂണ്ട് കിടക്കുന്നവരുണ്ട്. പക്ഷേ ഇവിടെ നീണ്ട നാളുകളായി വേദനയോടെ പിടയ്ക്കുവാൻ മറ്റേതോ ഹേതു ഉണ്ടാകും. ഇനി മരുൾ നീക്കിയോന് കാലമില്ല, ഭൂതഭാവികളുമില്ല. അനന്തം, സമയം നിശ്ചലം. മരണമോ? അപ്പൊ മറ്റൊരു പിൻഗാമി കണ്ടെത്തണ്ടേ? അതെങ്ങനെയാ സാധിക്കുക? എത്ര നാളായി ഈ ഒരവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? ഗതിയേറ്റ ജീവച്ഛവമായി ഇദ്ദേഹം ഇങ്ങനെ കിടന്നാൽ വേണ്ടെന്ന് വെക്കുന്നതാണ് ഉചിതം. അതെ, 64 തന്ത്രവും തന്ത്രസിദ്ധികളും ഫലിക്കാത്ത ഈ ഉടൽ ഇനി എന്തിന്? പുരോഹിതൻ ഉദ്ദേശിക്കുന്നത് കൊല്ലണം. ഈ ക്ഷണം തന്നെ കൈകാലുകൾ ബന്ധിച്ച് ശ്മശാനത്തിൽ കൊണ്ട് തള്ളുക. കുറുനരികൾക്ക് ഭക്ഷണമാകാം. അസഖ്യമായ വേദന ഇതെന്നെ കാർന്ന് കാർന്ന് തിന്നുന്നു. അരുത്, അരുത്. ഈ വിധം ബന്ധനസ്ഥനാക്കിയിട്ട് നമ്മ ഉപേക്ഷിച്ചു പോകരുത്. ഈ കെട്ടുകളറുത്ത് ദയവായി എന്നെ മോചിപ്പിച്ചാലും പോകരുത്, പോകരുത്. ഈ ഉള്ളവനെ മോചിപ്പിച്ചാലും, ഈ ഉള്ളവനെ മോചിപ്പിച്ചാലും നമ്മുടെ കെട്ടകാലം അടുത്തുവോ? രക്ഷാമന്ത്രങ്ങൾ നമ്മെ രക്ഷിക്കുന്നില്ലല്ലോ. നായ്ക്കും ധരിക്കും ഭക്ഷണമാകാനാണോ നമ്മുടെ വിധി?
ആരെങ്കിലും നമ്മെ രക്ഷിക്കണേ. മഹാലോകങ്ങളെ, എനിക്ക് വഴി കാണിച്ചാലും വ്യർത്ഥമാകുന്ന ഈ ജീവിതം സഫലമാകാൻ അനുഗ്രഹിക്കണേ. ആരെങ്കിലും നമ്മെ രക്ഷിക്കണേ. ആരെങ്കിലും നമ്മെ മകനെ, കണ്ണു തുറന്നാലും സ്വാമി, 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 അങ്ങിപ്പോ ഇവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ എന്റെ ഗതി. അവിടുന്ന് എന്നെ രക്ഷിച്ചു, അവിടുന്ന് എന്നെ രക്ഷിച്ചു, അവിടുന്ന് എന്നെ രക്ഷിച്ചു. രക്ഷിക്കുന്നവനും ശിക്ഷിക്കുന്നവനും അവനല്ലേ? ചിതാകാശരൂപമായ ആത്മസ്വരൂപത്തിന്റെ പ്രതീകമായ ജ്ഞാനസ്വരൂപൻ, ചിത്താകുന്ന അമ്പരത്തിൽ ചിദംബര നടനമാടിയ ചിദംബരേശ്വരനെ, ആ തില്ലൈ നടരാജമൂർത്തിയെ അഭയം പ്രാപിച്ചോളൂ. ശിവോഹം. എന്റെ കുഞ്ഞെ, ഇവിടെ ഞാൻ എന്റെ ഈ ജഗദീശ്വരനെ മുഖാമുഖം നോക്കിയിരിക്കുകയായിരുന്നു. നിന്നെ ഒരു നോക്ക് കൊതി തീരും വരെ ഒന്ന് കണ്ടതിന് ശേഷം മരിക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ. എന്റെ ഉടപ്പിറപ്പ്, അസഹ്യമായ ഉദരവേദന എന്നെ കാർന്നു തിന്നുന്നു. സംശുദ്ധമായ ആത്മാവിനെയല്ലേ ഇത്രയും നാൾ നിരന്തരമായ ദുഷ്കർമ്മങ്ങളിലൂടെ ഞാൻ അശുദ്ധമാക്കിയത്? അതിന്റെ ശാപമാണോ ഈ ഉദരവേദന? ഇതിൽ നിന്നും മോചനമില്ലേ? ഒടുങ്ങാത്ത ആഭിചാരക്രിയയിലൂടെ വാസനാമുക്തമായ പ്രാണനെ നീ വരിഞ്ഞു മുറുക്കി ബന്ധിച്ചില്ലേ? മോചിപ്പിക്കേണ്ടവൾ ഞാനല്ല, ഞാനല്ല. ദേവകൽപിതമോ മനോകൽപിതമോ അറിയില്ല. എല്ലാ പ്രതിബന്ധങ്ങളും അറുത്തുമുറിച്ച് സർവതന്ത്ര സ്വതന്ത്രനായി ഞാനിതാ വന്നിരിക്കുന്നു. എവിടെയാണ് എനിക്ക് അഭയം? ആരാണ് രക്ഷ? പ്രാണം പിടയുന്ന അസഖ്യമായ ഉദരവേദന എനിക്ക് സഹിക്കാനാവുന്നില്ല. അയ്യോ, എനിക്ക് സഹിക്കാനാവുന്നില്ലേ? അതാ ശുദ്ധബോധമായ ഉടലിൽ വിശ്വനടനം ചെയ്യുന്ന പ്രപഞ്ചഭാവം നീ കാണുന്നില്ലേ? ഇരുൾ മൂടിയ വഴിയിലൂടെ സഞ്ചരിച്ച് നന്മ തിന്മകൾ തിരിച്ചറിയാതെ മനസ്സ് മലിനമാക്കിയ നീ മാനസാന്തരപ്പെട്ട് ഇപ്പോഴിതാ പൂർണ്ണ പ്രകാശ സന്നിധിയിൽ വന്നെത്തിയിരിക്കുന്നു. ഭക്തവത്സലനായ ഭഗവാൻ വൈദ്യനാഥനുമല്ലേ? സർവരോഗ സങ്കടകരനല്ലേ ദേവൻ? അനുജ, സാഷ്ടാംഗം വീണ് അപേക്ഷിക്കൂ.
ഭഗവാനെ, ഭഗവാനെ ശിവശങ്കര. ഭഗവത് പ്രസാദമായ ഈ വിഭൂതി ദിവ്യ ഔഷധമെന്ന് വിശ്വസിച്ച് സേവിച്ച് കാലാരിയായ ശിവശങ്കരന്റെ പാതാരബിന്ദങ്ങളിൽ വീണ് പ്രാർത്ഥിക്കൂ. നൊന്തു വിളിച്ചാൽ ഭഗവാൻ കൈവിടില്ല. മഹാദേവ, അടിയനിതാ അവിടുത്തെ ദാസനാകുന്നു. ഈ അശരണൻ ഇന്നിതാ ജഡമായ ഒരു പുരുഷൻ മാത്രം. ഈ വക്ഷത്തിൽ ശക്തി നടനമാടി അങ്ങും ഈ അടിയനെ ശിവമായി മാറ്റണേ ശംഭോ, ശിവമായി മാറ്റണേ ശംഭോ മഹാ. ഭക്ത, യാതൊരു മനുഷ്യനും ധനം, വിദ്യാസ്ഥാനമാനങ്ങൾ കൊണ്ട് പൂർണ്ണനാകുന്നില്ല. അവനെ പൂർണ്ണനാക്കുന്നത് നാവിൻ തുമ്പിൽ നിന്നുതിരുന്ന ചൊല്ലടകിന്റെ മാധുര്യം കൊണ്ടാണ്. ഇനി മുതൽ ശിവപതികങ്ങൾ ചൊല്ലാനുള്ള സിദ്ധി നിനക്കു നാം പ്രദാനം ചെയ്യുന്നു. മധുരമൂറുന്ന ചൊല്ലഴകിന്റെ അരജനായ നീ ഇന്നു മുതൽ തിരുനാവുക്കരശനായി വാഴ്ത്തപ്പെടും. തിരുനാവുക്കരശൻ, തിരുനാവുക്കരശൻ. ദിവ്യഭസ്മ കുറികൾ അണിഞ്ഞ് രുദ്രാക്ഷമാലകളും ധരിച്ച മരൾ നീക്കിയോൻ ഇന്ന് തിരുനാവുക്കരശൻ എന്ന ശിവയോഗിയായി ശോഭിച്ച് മനസ്സിൽ ശിവപഞ്ചാക്ഷര മന്ത്രവും നാവിൽ മഹേശ്വര സ്തുതി ഗീതങ്ങളും പ്രവൃത്തിയിൽ ശിവപാദ സേവകളുമായി മനസ വാച കർമ്മണ സാക്ഷാത് ശ്രീ പരമശിവനിൽ ഐക്യമായി ശിവചൈതന്യ സ്വരൂപനായി പ്രശോഭിച്ചു. ആന്തരിക ദർപ്പണത്തിൽ തെളിയുന്ന രൂപം കണ്ടുവോ? ഇവൻ മരൾ നീക്കിയോ? അതെ, അവൻ തന്നെ. പക്ഷേ ഇന്നവൻ മരൾ നീക്കുവാനല്ല. ദിവ്യഭസ്മക്കുറികൾ അണിഞ്ഞ് രുദ്രാക്ഷമാലകളും ധരിച്ച് ശിവയോഗിയായി നിൽക്കുന്ന ഇദ്ദേഹം ആര്? ഇത് മരൾ നീക്കോന്റെ ശൈവമാർഗം സ്വീകരിച്ച നവരൂപം തിരുനാവുക്കരശൻ. തിരുനാവുക്കരശൻ. അവൻ കൊല്ലപ്പെട്ടില്ലെന്നാണോ? രക്ഷപ്പെട്ടിരിക്കുന്നു. ആരോ അവനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. കഠിനമായ ഉദരവേദന നടിച്ച് അവൻ നമ്മളെ എല്ലാ പേരെയും കബളിപ്പിച്ച് കടന്നു കളഞ്ഞു. പോയി മറഞ്ഞ ജന്മങ്ങളിലൂടെ ശിവാനന്ദം സിദ്ധിച്ച സാധകനായിരുന്നു അവൻ. പാലൊഴിച്ച് നനച്ചാലും വേപ്പ് മരത്തിൽ നിന്ന് തേൻ ഒഴുകില്ലെന്ന് നീ തിരിച്ചറിയിക്ക. പരമ്പരയായി നമ്മൾ ആർജിച്ച അമൂല്യമായ തന്ത്രമന്ത്രങ്ങൾ അവൻ സ്വായത്തമാക്കിയല്ലോ. ഇനി അവൻ ജീവിച്ചാൽ നമ്മുടെ നിലയെന്ത്? ഒറ്റ പന്നിയാണവൻ. നശിപ്പിക്കണം. ഒറ്റ പന്നിയെ വ്യാഘ്രത്തെക്കാൾ ഭയപ്പെടണം. അവനിലെ വൈദിക താന്ത്രിക സ്നാനാദി സപ്തശുദ്ധികളെ അശുദ്ധമാക്കണം മായ കൊണ്ട്. ചെറുത്തു നിന്നാലോ? ചെറുത്തു നിൽക്കുന്നത് ആര്? പവിത്രമിട്ട കയ്യിൽ കൂർച്ചവും ശംഖുതീർത്ഥവുമായി നിൽക്കുന്ന ആ ദുർബലനോ? ഇവിടെ ശുദ്ധമല്ലാന്ന് വൈദിക മതം വിധിച്ച കാബാലിക തന്ത്രം പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. അതോടെ കണ്ണ് കാഴ്ച അറിയാതെ, കർണം കൽപ്പന കൊള്ളാതെ മായാബന്ധിതനായി അവൻ ഇവിടെ എത്തണം. ഒരു ഗണിതത്തിലും ഒതുങ്ങാതെ ഇഷ്ടപ്പടി വിഹരിക്കുന്ന ശത്രു സംഹാരണിയായ സാക്ഷാൽ നാഗസിംഹിക നമുക്കൊപ്പമുണ്ട് തുണയായി. അങ്ങയുടെ മായ പടം പൊഴിക്കും മുമ്പേ അവനെ ഇവിടെ ഈ സന്നിധിയിൽ നാം എത്തിക്കും. എങ്കിൽ അമാന്തിക്കേണ്ട.
നാഗസിംഹയുടെ മന്ത്രതർപ്പത്തിൽ ജപതപങ്ങളാൽ നിരന്തരമായി മുട്ടിവിളിച്ചു. ആധാരദേവത നമ്മെ കൈവടിയുന്നു. ശിവാമൃതം നേടിയ പ്രഹ്ലാദനെ പോലെ ഇതാ ഇവൻ ഒരു നാശവുമില്ലാതെ നമ്മുടെ മുന്നിൽ. ദുർജടിയുടെ രൂപം സുന്ദരമല്ല, അവിടുത്തെ കർമ്മവും മൃദുലമല്ല. കാമനെ ചുട്ട് ചാമ്പലാക്കിയ കാലാരിയുടെ സാധകനാണിവൻ. കാഠിന്യമേറും. എന്തൊക്കെ ശരീരദണ്ഡനങ്ങളാണ് ഇവനെ ഉന്മൂലനം ചെയ്യാൻ വിധിച്ചത്. വെന്തു നീറുന്ന ചുണ്ണാമ്പ് കുഴിയിലിട്ട് അടച്ചു. 7-ാം നാൾ ചുണ്ണാമ്പറയുടെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ ശിവാനന്ദ ലഹരിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഇവൻ. ഒരാഞ്ഞ് വിഷപാനം ചെയ്യിപ്പിച്ചു. മതഗജത്തെ കൊണ്ട് ചവിട്ടി മെതിക്കാൻ നോക്കി. ആനയാകട്ടെ ഇവന്റെ ഭക്തിയിൽ തളച്ച സ്ഥൈര്യം കണ്ടതോടെ ഇയാളെ വലം വച്ച് കാലിൽ വീണു വണങ്ങി. ഒടുവിൽ ഇപ്പോൾ ഈ മന്ത്രപ്രയോഗവും മന്ത്രം തന്ത്രം താടനം എല്ലാം വിഫലമോ പുറങ്കാല പലതും കണ്ടില്ലെന്ന് നടിക്കാം, നിമിത്തങ്ങളെ നിരാകരിക്കാം. പക്ഷേ ഇവനെ ശിക്ഷിക്കാതെ വിട്ടാൽ അത് അത്യാപത്താണ്. അമാന്തിക്കേണ്ട, വിധിച്ചോളൂ. മായാബന്ധിതനായിരിക്കുന്ന ഈ തിരുനാവുക്കരശന്റെ നെഞ്ചിൽ കരിങ്കല്ല് കെട്ടിവെച്ച് ആഴക്കടലിൽ വലിച്ചെറിയുക. ഇവനെ രക്ഷിക്കാൻ ശിവൻ അവിടെയും എത്തുമോ എന്ന് നോക്കാം. ഇത് തിരുനാവുക്കരശന് നാം വിധിക്കുന്ന മരണശിക്ഷ. 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 ഇതും ഒടുവിലത്തെ പരീക്ഷണമോ ശിക്ഷയോ? അങ്ങയെ മാത്രം ഭജിച്ചും വിശ്വസിച്ചും അചഞ്ചലമായ മനസ്സുമായി ഞാൻ യാത്രയാകുന്നു. മരണമാണ് വിധിയെങ്കിൽ അതും അടിയൻ ഈശ്വര സമാഗമം. നടക്ക് മഹാദേവ, മഹാദേവ, മഹാദേവ. നമ്മൾ നടുക്കടലിലെത്തിക്കഴിഞ്ഞു. ശരീരം വലിച്ചെറിയുക. എന്റെ തമ്പുരാനെ, അടിയനെ രക്ഷിക്കണേ. മരണം വിധിച്ച് കടലിന്റെ ആഴത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട തിരുനാവുക്കരശൻ ശ്രീ മഹാദേവ തൃക്കരങ്ങളാൽ അതേ കരിങ്കൽ പാറയിന്മേലിരുന്ന് അലകളിലൊഴുകി തിരുപ്പുലിയൂറെന്ന സാഗര തീരത്തുള്ള പുണ്യസ്ഥലത്തെത്തിച്ചേർന്നു. ഈ അത്ഭുതം കണ്ട ഭക്തജനങ്ങൾ പൂർണ്ണ കുംഭത്താളമേളത്തോടെ അദ്ദേഹത്തെ ക്ഷമിച്ചാലും സ്വാമി, ശിവനാണ് സത്യം, അവിടുന്നാണ് ശരി. അടിയനോട് പൊറുക്കണേ. അത് ദിവസങ്ങളും സംവത്സരങ്ങളുമായി അകന്നു. തിരുനാവുക്കരശന് പ്രായമേറെയായി. ആഭിചാരമതത്തിൽ ചേർന്നിരുന്ന ഉടലിന്റെ പാപം കളഞ്ഞ് സന്യാസദീക്ഷ സ്വീകരിക്കാൻ പരമേശ്വര സന്നിധിയിൽ ശയനപ്രദക്ഷിണം ചെയ്തും ഭജനമിരുന്നും നീണ്ടകാലം കാത്തിരുന്നു. മഹാപ്രഭു, അങ്ങ് അനന്തനും അപ്രമേയനും നിരാമയനുമത്രേ. അങ്ങയിലുള്ള അചഞ്ചലമായ ഭക്തി തന്നെയാണ് അടിയൻ ദീക്ഷയായി യാചിക്കുന്നത്. അത് ലഭിച്ചാൽ പിന്നെ മറ്റൊരു ദുഃഖവും അടിയൻ ഉണ്ടാകില്ല തമ്പുരാനെ. ഞാനിതാ കേൾക്കുന്നു. സമസ്ത പ്രാണി പ്രപഞ്ചവും സ്ഥൂല സൂക്ഷ്മ ലോകങ്ങളെല്ലാം സർവവും മറക്കുന്ന ശംഖനാദം ഞാനിതാ കേൾക്കുന്നു. ഗൗരീശങ്കര പീഠവും മാനസരസും ഗന്ധമാധരവും കടന്നെത്തുന്ന കൈലാസനാഥന്റെ വൈഖരീനാദം ഇതാ അടുക്കുകയായി. വ്യർത്ഥമാകുന്ന ഈ ജീവിതം സഫലമാകാൻ അടിയന് തിരുവടി ദീക്ഷ നൽകി അനുഗ്രഹിക്കണമേ
ശംഭോ മഹാദേവ. ആനന്ദസ്വരൂപങ്ങളായ ദേവഗണങ്ങളെ, ഇതാ മഹാപുരുഷൻ ചിദംബരേശ്വരൻ ചിദാകാശം തുറന്ന് ഈ സാധുവിനെ അനുഗ്രഹിച്ചിരിക്കുന്നു. തിരുലൈ നടരാജൻ ആനന്ദ താണ്ഡവമാടിയ പഞ്ചസഭകൾ അടിയന്റെ പഞ്ചേന്ദ്രിയങ്ങളെ പുണ്യമാക്കിയിരിക്കുന്നു. ഇത് മഹേശ്വരന്റെ മഹാദീക്ഷ. ആദിനാഥന്റെ പാതുക പത്മം ദീക്ഷയായി അടിയന്റെ ശിരസിനെ തൊട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. ചിദംബരദാസനായി മാറിയ തിരുനാവുക്കരസൻ കനകസഭയടക്കമുള്ള പഞ്ചസഭകളും ചിദംബര രഹസ്യങ്ങളും സന്ദർശിച്ച് തന്റെ കയ്യിലെ ഉഴവർ പാണി കൊണ്ട് ക്ഷേത്രത്തിലെ തിരുപ്പണികൾ ചെയ്തു വരുന്ന കാലം ഷീർക്കാഴി എന്ന പുണ്യസ്ഥലത്ത് തിരുജ്ഞാന സംബന്ധർ എന്ന കുമാരനെ ലോകമാതാവായ ശ്രീ പാർവതീദേവി ജ്ഞാനാമൃതം നൽകിയതായും തിരുമുലപ്പാൽ പാനം ചെയ്ത് ആ ബാലൻ ജ്ഞാനപണ്ഡിതനായി മാറിയ വിവരമറിഞ്ഞ് ആ കോമള നമ്മുടെ ഹൃദയം കവർന്ന ഭക്തരെ, പരമഭക്തനായ തിരുനാവുക്കരശൻ ഈ ദേശത്ത് വസിക്കുന്ന വിവരം അറിഞ്ഞു വരുന്ന വഴിയാണ് നാം. നാവിന്റെ അർജനാണ് അദ്ദേഹം. എന്നിൽ നിന്നും എത്രയോ ഉന്നതനായ ശിവയോഗി, ശിവനെ പാടിപ്പുകഴ്ത്തി വരം നേടിയ മഹാസിദ്ധൻ. അദ്ദേഹത്തെ ഒരു നോക്ക് ദർശിക്കുവാൻ കഴിഞ്ഞാൽ അത് മഹാഭാഗ്യം. ആരെങ്കിലും ഒരാൾ ഗ്രാമത്തിനുള്ളിൽ ചെന്ന് നാവുക്കരശൻ വസിക്കുന്ന സ്ഥലം കാട്ടിത്തന്നാലും നമുക്ക് അദ്ദേഹത്തെ കണ്ടേ മതിയാകൂ. അടിയൻ ഇവിടെ തന്നെ ഉണ്ടേ. ഇത് തിരുനാവുക്കരശന്റെ ശബ്ദമാണല്ലോ. എവിടെ അദ്ദേഹം? എവിടെ? അങ്ങയുടെ പല്ലക്ക് ചുമക്കാൻ അടിയനുമുണ്ടേ. ശിവ ശിവ, അയ്യോ മഹാപാപം. ശീഘ്രം ശീഘ്രം പല്ലക്ക് താഴ്ത്തിയാലും. അയ്യനെ, അവിടുത്തെ തിരുവടികളെ താങ്ങുന്നതിനുള്ള ഭാഗ്യം അടിയന് സിദ്ധിച്ചേ. ഇതെന്ത് ത്യാഗം അപ്പനെ! അവിടുത്തെ തിരുവടികൾ ദർശിച്ചു വണങ്ങാൻ ഭാഗ്യം തേടി വന്ന എന്നെ പ്രായം കൊണ്ടും കർമ്മം കൊണ്ടും വലിയവനായ താങ്കൾ ചുമക്കുന്നുവോ? ചിദംബരേശ്വര, ഈ പാപത്തിന് പ്രായശ്ചിത്തമുണ്ടോ? ജ്ഞാനസംബന്ധ പെരുമാളെ, മാമലയുടെ ഉയരം മാമലയ്ക്കറിയാത്തതുപോലെ സ്വയം താഴ്ന്ന് വിനയതൽപ്പത്തിലിറങ്ങി അങ്ങടിയനെ മകത്തുമോതി ഉയർത്തുന്നല്ലോ. ഉലകിൽ കോടാനുകോടി കുഞ്ഞുങ്ങൾ പിറക്കുന്നു, കരയുന്നു. എന്നാൽ ഒരു വേള താങ്കളൊന്ന് കരഞ്ഞപ്പോ ഉലകനായകിയായ ഉമാദേവി അമ്മ ഓടിവന്ന് മടിയിലിരുത്തി അങ്ങേക്ക് ജ്ഞാനാമൃതമായ തിരുമുലപ്പാലൂട്ടിയില്ലേ. അങ്ങനെയുള്ള ഭാഗ്യജന്മമേ, ലോകമാതാവായ ശ്രീ പരമേശ്വരി പോലും ചുമന്ന ഈ പൂമേനിയെ അടിയന് ചുമക്കാൻ കഴിഞ്ഞത് മുജ്ജമ്മ പുണ്യമല്ലേ? മുജ്ജമ്മ പുണ്യം. നാവുക്കരശരേ, അവിടുന്ന് അറിയാതെ ഈ ശിഷ്ടായുസ് മുഴുവൻ പല്ലക്ക് ചുമന്ന് അങ്ങയെ സേവിച്ച് സേവിച്ച് പുണ്യം നേടാമെന്ന് നിശ്ചയിച്ചിരിക്കുമ്പോ നാവുക്കരശൻ അടിയനാണെന്ന് അങ്ങ് തിരിച്ചറിഞ്ഞല്ലോ. ദേവമകനെ, ഞാൻ പ്രായം കൊണ്ട് മാത്രം വലിയവൻ, എന്നാൽ കീർത്തിയിൽ അങ്ങല്ലേ വലിയവൻ. അപ്പരേ, എവിടെ മുതൽക്കാ അങ്ങ് എന്നെ ചുമന്നു വരുന്നത്? മധുരയമ്പതിയിൽ നിന്നും താങ്കളെ ചുമക്കുന്നതിനുള്ള ഭാഗ്യം ഈ എളിയവന് ലഭിച്ചേ. നാവുക്കരശരേ, താങ്കൾ ഇനി നമ്മെ ചുമക്കുകയും വേണ്ട, അതോർത്ത് ദുഃഖിക്കാനും വയ്യ.
ഈ പല്ലക്ക് യാത്ര നാം ഇതാ ഉപേക്ഷിക്കുന്നു. ഇനി നാം ഇരുവരും ചേർന്ന് ശിവാലയങ്ങൾ ദർശിച്ച് പെരുമാളെ വന്ദിച്ച് സ്തുതിച്ച് യാത്രികരാകാം. സമ്മതമല്ലേ അപ്പനെ? അവിടുത്തെ അളവില്ലാത്ത കാരുണ്യത്തിന് മുന്നിൽ അടിയൻ നമിക്കുന്നു. പരിപൂർണ സമ്മതം. ആജ്ഞാപിച്ചാലും. എങ്കിൽ ഈ യാത്ര ഏതു ദേശത്തേക്ക്? വേദാരണ്യത്തിൽ വാണരുളുന്ന വേദസ്വരൂപനായ ശ്രീ മഹാദേവന്റെ അമ്പലത്തിലേക്ക് പോയാലോ? എല്ലാം അങ്ങയുടെ ഇച്ഛ പോലെ. ദർശനം അസാധ്യമാണ് സ്വാമികളെ. പിൻഭാഗത്തെ ഇടുങ്ങിയ വഴിയിലൂടെ മാത്രമേ ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. മഹേശനെ ദർശിക്കുവാൻ നേർവഴിയില്ലെന്നാണോ? വിചിത്രം തന്നെ. വളരെ കാലം മുമ്പ് ഈ ദേശമാണ് ഒരു നാട്ടരജൻ ആഗ്രഹിച്ച കാര്യം നടക്കാത്തതിനാൽ ഭഗവാനോടുള്ള കോപം കൊണ്ട് മേലിൽ ഇവിടെ ആരും പ്രവേശിക്കുകയോ പൂജ നടത്തുകയോ ചെയ്യരുതെന്ന് ആജ്ഞാപിച്ച് വേദപണ്ഡിതന്മാരെ വരുത്തി വേദമന്ത്രങ്ങൾ ജപിച്ച് ഗോപുരനട എന്ന് നീക്കുമായി ബന്ധിച്ചു. ശിവ ശിവ, ഭഗവാനോടും അരിശമോ? അതുകൊണ്ടും തീർന്നില്ലല്ലോ. മേലിൽ ആരും ഈ പരിസരത്ത് വരരുത് എന്നും ക്ഷേത്രവാതിൽ തുറക്കരുത് എന്നും അതിനും മുതിർന്നാൽ ശിരച്ഛേദം ചെയ്യുമെന്ന് കൽപ്പനയും പുറപ്പെടുവിച്ചു. പിന്നീട് ഒരിക്കൽ പോലും ഈ നട തുറക്കപ്പെട്ടിട്ടില്ലെന്നാണോ? ശ്രമിച്ചു. നാട്ടരജന്റെ മരണശേഷം ആവും വിധം ശ്രമിച്ചു. ഫലമുണ്ടായില്ല. വേദമന്ത്ര ജപത്തോടെ ബന്ധിക്കപ്പെട്ട വാതിലുകൾ അതേ മുറപ്രകാരമേ തുറക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ജ്യോതിഷികൾ പ്രവചിക്കുന്നു. അപ്പരെ, സംസാരസാഗരത്തിന്റെ സ്പന്ദനമായി വിരാട് പുരുഷന്റെ ജീവസ്പന്ദനമായ മഹാശിവനടനം ഈ വാതിലിനപ്പുറം തുടികൊട്ടുന്നു. അതൊന്ന് ദർശിക്കുവാൻ കൊട്ടിയടയ്ക്കപ്പെട്ട ഈ ഗോപുര കവാടങ്ങൾ തടസ്സം. പരമഭക്തനായ അവിടുന്ന് സ്തുതിച്ചാൽ ജഗദീശ്വര കാരുണ്യത്താൽ ഈ വാതിലുകൾ തുറക്കാതിരിക്കില്ല. വേദമന്ത്രബന്ധിതമായ കവാടം തുറക്കാൻ കേവലനായ അടിയന് കഴിയുമോ? കഴിയും അപ്പരെ. അങ്ങയ്ക്കല്ലാതെ അതാർക്ക് സാധ്യം? അവിടുന്ന് വിളിച്ചാൽ വരാത്ത പരമനുണ്ടോ? അങ്ങൊന്ന് സ്തുതിച്ചാൽ കനിയാത്ത പരമ്പൊരുളുണ്ടോ? ഈ ഭക്തരുടെ പ്രത്യക്ഷ ബന്ധങ്ങൾ അറ്റുപോയിട്ടും അപ്രത്യക്ഷമായി നാടീ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് പോലെ ജടാധാരിയുടെ അമരത്വം കടുന്തുടി മുഴക്കുന്നു. ആ വിശ്വരൂപം വന്ദിച്ച് അടിയനൊരു പതികം പാടാം. അടഞ്ഞുകിടക്കുന്ന വാതിൽ തുറക്കുമോ ഇല്ലയോ? നാഥനായകനായി വിളങ്ങുന്ന ഈശ്വര, ഈ പഴമ്പാട്ടിനെ താളമായി അനുഗ്രഹിക്കണേ. അഷ്ടമൂർത്തിയായ അമ്പരോ മുപ്പുരം ചുട്ടരിച്ച വിദൂതരോ പട്ടകെട്ടിയ തിരുജട അപ്പരോ പട്ടകെട്ടിയ തിരുജടയപ്പരോ മൺപുറ്റുടച്ചാതികാവ്യം ചമച്ച വാൽമീകിക്ക് മുന്നിൽ, മഹാജയമോദിയ വ്യാസദേവന് മുന്നിൽ ആടിയനന്ത് കാവ്യം രചിക്കാൻ അല്ലേ? ഇവയ്ക്കൊന്നിനും പകരമാവില്ല അടിയന്റെ പതികമെന്നും അറിയാം. നമ്മുടെ നാവിന് പിഴച്ചത് എവിടെയാണ് ഈശ്വര? വിഷമിക്കേണ്ട അപ്പനെ. കാലമേറെയായി അടഞ്ഞുകിടക്കുന്ന വാതിൽ തുറന്ന കാലാന്തകനായ കൈലാസനാഥന്റെ രൂപം നേർനടയിൽ നിന്ന് ദർശിക്കുവാൻ ഭാഗ്യമേകുന്ന ഒരു തേവാരം കൂടി പാടിയാലും. മഹാദേവ, വാതിൽ തുറന്നു കാണുവാനായി നാം അങ്ങയോട് നിലമറന്ന് ആവശ്യപ്പെട്ടുവോ? ആ ദിവ്യരൂപം കാണാനുള്ള ആഗ്രഹം കൊണ്ടാണേ. ക്ഷമിച്ചാലും മഹാദേവ, വിശ്വഭ്രമണത്തിന്റെ താളവും വേഗവും താണ്ഡവലാസ്യമാടുമ്പോൾ ആത്മാവിൽ നിന്ന് ആകാശതീലിമ ചിദംബരമാകുന്ന ഈ ഇടനഞ്ചു കൊട്ടി ഇതാ
അടിയനൊരു തേവാരം കൂടി പാടുന്നേ. സ്വീകരിച്ചാലും ശംഭോ ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. ഉള്ളമറിയാതെ മറഞ്ഞിരിക്കുമെന്നുമാപതിയേ, ഉള്ള മനം തെളിഞ്ഞു കാണുവതിനിയെ കാലം. ഉദയാഗ്നി മൂന്നും ഉള്ളറയിങ്കൽ കൊളുത്തി ഹൃദയ തിരുനടനം കണ്ടിരുപ്പാൻ കൊട്ടിയടച്ച തിരുനടയൊട്ടു നീ തുറന്നിടണേ ശങ്കര. ഓടും തുകലാടയും ചുറ്റി വീടും വെടിഞ്ഞു ബലി വാങ്ങി വിധിയറ്റവൻ ചിനമറ്റ് ചിന്തയറ്റ് ചേലറ്റ് നിനമറ്റ് ആടുന്നരുൾ നീല തന്നിലായ വേദാരണ്യമണിയുന്നേ. പായും ഋഷഭം ചീറും അരവം പേയും ഗണവും പെരുന്തലഭൂതവും മണ്ണും നീ വിണ്ണും നീ മാരിക്കടലേഴും നീ എണ്ണു നീ എഴുത്തു നീ കണ്ണു നീ കൺമണി. പണ്ഡവാതിലായിരം പ്രചണ്ഡവാതിലായിരം 600 കോടി വാതിലായിരം തുറന്നുവായോ തുറന്നുവായോ ദേവാനി തുറന്നുവായോ. മഹാദേവ, തിരുചിറ്റമ്പലം തിരുചിറ്റമ്പലം തിരുചിറ്റമ്പലം. തേർചക്രത്തിന്റെ ആരക്കാലുകൾ പോലെ ഋതുക്കൾ നിൽക്കാതെ മാറിമറിഞ്ഞു. കാലഭേദമില്ലാതെ ശിവദാസനായി ഭൗതിക ജീവിതത്തിന്റെ അസത്യവും നിഷേധപരവുമായ മൂല്യങ്ങളെ പരിത്യജിച്ചുകൊണ്ട് മനുഷ്യജന്മം കുതൂഹലമാക്കിയ തിരുനാവുക്കരശൻ ക്ഷേത്രങ്ങൾ പലതും ദർശിച്ചു വരവേ ഒരു നാൾ തിങ്കളൂർ ദേശത്തും എത്തിച്ചേർന്നു. അവിടെ അപ്പൂതിയടികളെന്ന ശിവഭക്തൻ തിരുനാവുക്കരശനെ ഈശ്വരനായി കരുതി തന്റെ എല്ലാ ധർമ്മസ്ഥാപനങ്ങൾക്കും തിരുനാവുക്കരശന്റെ നാമം നൽകി പൂജിച്ചു വരികയായിരുന്നു. തിരുനാവുക്കരശൻ അന്നദാന സത്രം. ഈ ഭിക്ഷുവിന്റെ പേരിലാണോ ഈ പ്രമാദമായ അന്നദാന സത്രം? ശിവ ശിവ, ഈ പുണ്യം ചെയ്യുന്നത് ആരാണാവോ? തിരുനാവുക്കരശർ തണ്ണീർ പന്തൽ. ഓ, വിചിത്രമായിരിക്കുന്നല്ലോ. ജഗദീശ്വര, വരുന്ന വഴിയെല്ലാം ഈ എളിയവന്റെ നാമത്തിൽ ഇത്രയും ധർമ്മശാലകളോ? നമസ്കാരം അയ്യനെ. എന്താ സ്വാമി? അയ്യനെ, ഈ തിങ്കളൂർ ദേശത്തിൽ തിരുനാവുക്കരശൻ എന്ന ഒരാളുടെ നാമത്തിൽ അനവധി ധർമ്മശാലകൾ നടത്തുന്നതായി കാണുവാൻ ഭാഗ്യമുണ്ടായി. ഇവയെല്ലാം നടത്തുന്നത് ആരാണെന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. സ്വാമികളെ, ഈ തിങ്കളൂർ ദേശത്ത്
അപ്പൂതിയടികൾ എന്ന പേരിൽ ഉത്തമനായ ഒരു ശിവഭക്തനുണ്ട്. തിരുനാവുക്കരശനെ ഇതുവരെ നേരിൽ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ആ മഹാന്റെ അത്ഭുതസിദ്ധിയും ഭക്തിയും അറിഞ്ഞ് തിരുനാവുക്കരശരെ ഈശ്വരനായി കരുതി തന്റെ എല്ലാ വകകളും നാവുക്കരശന് സമർപ്പിച്ച് പുണ്യപ്രവൃത്തികൾ ചെയ്തു വരുന്നു. ഓ, വാക്കുകളാൽ വർണ്ണിക്കാനാവാത്ത മഹാഭക്തി. അപ്പനെ, അപ്പൂതി അടികളുടെ ഗൃഹം എവിടെയാണ്? അതാ ആ ശിവക്ഷേത്രത്തിന് വലതുഭാഗത്തുള്ള അഗ്രഹാരത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഓ, വളരെ നന്ദി കേട്ടോ, നന്ദി. ആ മഹാനായ അപ്പൂതി അടികളെ അടിയനൊന്ന് ചെന്ന് കാണട്ടെ. അടിയനൊന്ന് കാണട്ടെ. അപ്പൂതി അടികൾ. അപ്പൂതി അടികളെ, അവരാരും ഇവിടെ ഇല്ലേ? അപ്പൂതി അടികളെ. പ്രണാമം സ്വാമികളെ. ഉപവിഷ്ടനായാലും അവിടുന്ന് ആരാണെന്നറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. അങ്ങ് എവിടെ നിന്നാണ് വരുന്നത്? കാടായ കാടും നാടായ നാടും മലയായ മലയും ചുറ്റി ശിവപെരുമാളെ സ്തുതിച്ച് മോക്ഷം തേടി അലയുന്ന ഒരു ദാസനാണ് നാം. ഇതിൽ പരം ഭാഗ്യമെന്ത്? ശ്രീ പരമേശ്വരനെയും കുലദൈവമായ തിരുനാവക്കരശിനെയും സദാ നേരവും സ്മരിച്ച് പൂജിച്ചു വരുന്ന ഞങ്ങളുടെ ഗൃഹത്തിൽ ഒരു ശിവയോഗിയുടെ പാദങ്ങൾ പതിഞ്ഞല്ലോ. പരമഭാഗ്യം. അതെ, എനിക്കൊരു സംശയ നിവൃത്തിക്കായിട്ടാണ് ഇവിടെ വന്നത്. ഈ അപ്പൂതി അടികൾ എന്റെ ഭർത്താവാണ് സ്വാമി. ആഹാ, അമ്പല ദർശനം കഴിഞ്ഞ് മകനുമായി ഇതാ അദ്ദേഹം വരുന്നുണ്ട്. സ്വാമി, അപ്പൂതി അടികളെ, ഞങ്ങൾ താങ്കളെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നതേ. അപ്പോഴേക്കും താങ്കളും എത്തി. സന്തോഷം. എന്നിൽ നിന്നും അങ്ങേക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ഉണർത്തിച്ചാലും. മറ്റൊന്നും വേണ്ട അടികളെ. എന്നാലും ഒരു സന്ദേഹം. ഈ തിരുനാവുക്കരശൻ നാമത്തിൽ താങ്കളാണോ ഇത്രയും ധർമ്മസ്ഥാപനങ്ങൾ നിർമ്മിച്ച് പരിപാലിച്ചു പോകുന്നത്? അതെ സ്വാമി, നമ്മുടെ കുലത്തിന് ഈശ്വരനാണ് അദ്ദേഹം. ചിദംബരനാഥനെ നേരിൽ കാണാൻ ഭാഗ്യസിദ്ധിച്ച ഉത്തമ ഭക്തൻ. സമസ്തവും അദ്ദേഹത്തിന്റെ നാമത്തിൽ സമർപ്പിച്ച് ആ പാത പിന്തുടരാനാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ആ നാമം എപ്പോഴും മുഴങ്ങി കേൾക്കാനായി ഈ ഗൃഹത്തിന് തിരുനാവുക്കരശനില്ലെന്നും ഞങ്ങളുടെ ഒരേ ഒരു പുത്രനായ ഇവന് നാവുക്കരശനെന്നും പേരിട്ടിരിക്കുന്നു. ഓ, അത് ശരി. അത് ശരി. ഇത്രയും മഹത്വം കൽപ്പിക്കുന്ന നാവുക്കരശനെ നിങ്ങൾ നേരിൽ കണ്ടിട്ടുണ്ടോ? ആത്മാവിന്റെ അങ്കുരത്തിൽ മഹാസൗന്ദര്യ സങ്കല്പമായി വാഴുന്ന ആ മഹാനെ കാണാനുള്ള ഭാഗ്യം ഇതുവരെ ലഭിച്ചില്ല സ്വാമി. എന്നെങ്കിലും ഒരു നാൾ ആ തൃച്ചേവടികൾ ഈ ഗൃഹത്തിൽ പതിഞ്ഞെങ്കിൽ പിറവി കൊണ്ട ഈ മനുഷ്യജന്മത്തിന് സുഹൃതം ലഭിച്ചേനെ. ഇതെന്ത് ഭ്രാന്ത്, ഇതെന്ത് കൂത്ത്! എന്റെ അപ്പനെ! അല്ല, അവരവരുടെ നാമങ്ങൾ പ്രസിദ്ധമാകാൻ സ്വന്തം നാമത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നത് സർവ്വസാധാരണം. ഇവിടെയോ ഏതോ ഒരു പരദേശിയുടെ പേരിൽ ഇത്രയും ധർമ്മസ്ഥാപനങ്ങൾ. അല്ല,
ഇതിനൊക്കെ അർഹനാണോ നിങ്ങൾ പറയുന്ന ഈ തിരുനാവുക്കരശൻ? അങ്ങ് എന്താണ് ഈ പറയുന്നത്? താങ്കളുടെ വ്രതശുഷ്കമായ ജീവിതം മൃദുലഭാവങ്ങളെ അകറ്റിയിരിക്കുന്നു. അങ്ങയുടെ പ്രായത്തെ മാനിച്ച് ഞാൻ ക്ഷമിക്കുന്നു. ഇനിയും തിരുനാവുക്കരശനെ ഇകഴ്ത്തിക്കാട്ടാനാണ് ഭാവമെങ്കിൽ താങ്കൾക്ക് ഈ ക്ഷണം ഇവിടം വിട്ടു പോകാം. കോപിക്കരുത്, കോപിക്കരുത് പോയി അടികളെ. അപ്രിയം ഒഴിഞ്ഞെങ്കിൽ പൊറുക്കുക. ശ്രീ മഹാദേവ കാരുണ്യത്താൽ ഉദരരോഗം മാറ്റപ്പെട്ട് ശിവഭക്തദാസനായി മാറി നിങ്ങളുടെ ഹൃദയക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ആ തിരുനാവുക്കരശൻ ഞാനാണപ്പനെ, ഞാനാണ്. സ്വാമി, സ്വാമി, ഞങ്ങളോട് ക്ഷമിച്ചാലും സ്വാമി. ആശയോടെ കാണാൻ കാത്തിരുന്ന ദൈവം താങ്കളാണെന്ന് തിരിച്ചറിയാതെ അങ്ങേ ഞാൻ പുച്ഛിച്ചു. സമസ്താപരാധങ്ങളും പുറത്ത് ഞങ്ങളോട് ക്ഷമിച്ചാലും സ്വാമി. ഈ നാവുക്കരശനെ അനുഗ്രഹിച്ചാലും സ്വാമി. പൊന്മുത്തഴകേ, പേരിൽ മാത്രമാണ് നാം നാവുക്കരശർ. വരും കാലം ഈ നാടിന്റെ അരശനായി നീ വാഴും. സ്വാമി, ഇനി താങ്കൾ ഒരിടത്തും അലിയേണ്ട. ഈ ഗൃഹത്തിൽ നമ്മോടൊപ്പം താമസിച്ചാലും ഇത് ഞങ്ങളുടെ അപേക്ഷയാണ്. ദീക്ഷിതനായ നാൾ മുതൽ അന്നത്തിന്റെ രുചി അന്വേഷിച്ചിട്ടില്ല. കിട്ടുന്നതെന്തും നേദ്യം. എവിടെയാ ശയനം ചിന്തിച്ചിട്ടേയില്ല. ഒന്ന് തല ചായ്ക്കണമെന്ന് തോന്നിയാൽ എവിടെയോ അവിടെ. പട്ടുമെത്തയും കരിമ്പാറപ്പുറവും അടിയന് സമം. ഒരിടത്തും തങ്ങാനാവില്ല. ഈ ജന്മം ആ മഹാപുരുഷനു വേണ്ടി മാത്രം. സ്വാമി, ഒരേ ഒരു നാൾ, ഒരു നേരത്തെ അന്നം അവിടുന്ന് ഈ ഭവനത്തിൽ നിന്ന് ആഹരിക്കണം. ഇതും താങ്കൾ നിരസിച്ചാൽ ആ വേദന താങ്ങാൻ ഞങ്ങൾക്കാവില്ല. ഇനി നാം എന്തു പറയാൻ? ശരി ശരി, നിങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ അടിമ. സമ്മതിച്ചു. ഒരു നേരം നിങ്ങളുടെ വിരുന്ന് സ്വീകരിക്കാം. നാം ദേഹശുദ്ധി വരുത്തി ക്ഷേത്രത്തിൽ പോയി മഹാദേവനെ വണങ്ങി ഇതാ വരികയായി. നാവുക്കരശ, ഇന്ന് നീയും എന്നോടൊപ്പം ഇരുന്ന് ഒരുമിച്ച് വിരുന്നുണ്ണണം. എന്താ? അടിയന്റെ ഭാഗ്യ സ്വാമി. സന്തോഷമായില്ലേ? ദാ വരുന്നേ, ദാ വരുന്നു. അമ്മേ, ഈ നാവക്കരശന്റെ അമൃതയത്ത് നമ്മുടെ സ്വാമിയോടൊപ്പം. ശരി മകനെ. സ്വാമിക്ക് ആഹാരം വിളമ്പാനായി തോട്ടത്തിൽ ചെന്ന് ശുദ്ധമായ വാഴയില മുറിച്ചുകൊണ്ട് വന്നാലും. ശരിയമ്മേ, ഞാൻ ഇതാ വരുന്നു.
സംഭവിച്ചത്? അമ്മേ, അമ്മേ, തായേ, പുത്രധർമ്മം നിർവഹിക്കാൻ ഇനി ഞാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്റെ പൊന്നുമകനെ, ഇതെന്ത് വാർത്ത? വാഴയിലെടുക്കവേ ആ ചുവട്ട് വെച്ച് ഒരു സർപ്പം എന്നെ ദംശിച്ചു അമ്മേ. എന്റെ പൊന്നുമകനെ, തിരുനാവക്കരശി സ്വാമിയോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ ഞാൻ വല്ലാതെ കൊതിച്ചു പോയമ്മേ. ഇനി ഇനി അമ്മേ, മകനെ, ഇതായിരുന്നു നിന്റെ വിധി, ഇതായിരുന്നു നമ്മുടെ വിധി. 10 മാസം ചുമന്ന് അംഗമെല്ലാം നൊന്ത് പെറ്റ് ആശയോട് കൂടി എടുത്ത് പാലൂട്ടി പാരാട്ടി വളർത്തിയ മകനെ, നിന്നെ കുത്തിയ നാഗം പകരം എന്നെ കുത്തി പക തീർത്തുകൂടായിരുന്നോ? മകനെ, വരും കാലത്തിൽ നീ നാടിനരസനായി വാഴുമെന്ന് തിരുനാവക്കരശൻ പ്രവചിച്ചതല്ലേ? അദ്ദേഹത്തിന്റെ വാക്ക് സത്യമല്ലാതാകുമോ? ഉണ്ണി, ഉണ്ണി, കണ്ണു തുറന്ന ഒരു വേള അമ്മേ എന്നെ വിളിക്കില്ലേ ഉണ്ണി? എന്താ എന്താ എന്ത് സംഭവിച്ചരുൾമൊഴി? വാഴയിലെടുക്കാൻ പോയ നമ്മുടെ മകനെ ഒരു ദേവനാഗം ദംശിച്ചു സ്വാമി. മകനെ, മകനെ നാവുക്കരശ, ഇന്നൊരു ശുഭനാളല്ലേ? തിരുനാവുക്കരശു സ്വാമി നമ്മുടെ ഗൃഹം തേടി വന്ന അസുലഭ നാൾ. ആ പുണ്യമോർത്ത് സന്തോഷിച്ചിരിക്കുന്ന നേരത്തിൽ ഇതാ ഒരിക്കലും തീരാത്ത വേദന നൽകിയല്ലോ ഭഗവാനെ. മകൻ നഷ്ടപ്പെട്ട നമ്മൾ ഇനി ജീവിച്ചിരുന്നിട്ട് എന്താർത്ഥം? ഈ ജീവിതം ഞാനിത് അവസാനിപ്പിക്കാൻ പോവാണ്. ഞാനുമുണ്ട്. ഇനിയൊരു ജീവിതം നമുക്കും വേണ്ട. എന്നാൽ ഒരേ ഒരു കടമ കൂടി നിർവഹിക്കാനുണ്ട്. നമ്മുടെ ഗൃഹം തേടി വന്ന് നമ്മുടെ സ്നേഹത്താൽ വഴങ്ങി ആതിഥ്യം സ്വീകരിക്കാമെന്ന് സമ്മതിച്ച് അമ്പല ദർശനത്തിന് പോയിരിക്കുകയാണല്ലോ തിരുനാവക്കരശ സ്വാമി. ആ യോഗിയെ ഒരേ ഒരു പ്രാവശ്യം ഉപചരിച്ച് തൃപ്തനാക്കി അയച്ചതിന് ശേഷം നമുക്ക് ഈ ജീവിതം ഒടുക്കാം. എനിക്കാവില്ല സ്വാമി. മൃതപ്രായനായി മകൻ ഇങ്ങനെ കിടക്കുമ്പോ അതിഥിയെ സ്വീകരിക്കാൻ എനിക്കാവില്ല സ്വാമി, എനിക്കാവില്ല. പുതിയ അടികളെ, നാം ഇതാ വന്നിരിക്കുന്നു. തിരുനാവക്കരശൻ എത്തിക്കഴിഞ്ഞു. അരുൾമൊഴി, ഞാൻ തൊഴുതുണർത്തിക്കുകയാണ്. ദുഃഖത്തിന്റെ നേരിയ ലാഞ്ചന പോലും പുറമെ കാട്ടാതെ പോകൂ. അദ്ദേഹത്തിനായി ഉമ്മറത്തിലയിട്ട് അന്നം വിളമ്പിയാലും.
സ്വാമികളെ ഉപവിഷ്ടനായാലും. താങ്കളും നമ്മോടൊപ്പം ഇരുന്നാലും. ഇല്ല സ്വാമി, അങ്ങേ ഉപചരിക്കുന്നതാണ് ഞങ്ങളുടെ ധർമ്മവും ഭാഗ്യവും. ശരി ശരി ശരി. എങ്കിലിന്ന് നാം ഒറ്റയ്ക്കല്ല സൽക്കാരം ഉണ്ണുന്നത്. നാവുക്കരശൻ എവിടെ? അവനോടൊപ്പം ഇരുന്ന് അന്നം ഭുജിക്കാമെന്ന് നാം വാക്ക് നൽകിയതാണല്ലോ. മകനെ വിളിച്ചാലും അവനെവിടെയാ? അവനെവിടെ? ഇനി നമ്മുടെ പുത്രൻ നമുക്ക് തുണയാവില്ല സ്വാമി. എന്താ എന്താ നിങ്ങൾ പറഞ്ഞത്? നമ്മുടെ ഓമന മകൻ ഞങ്ങളിൽ നിന്ന് അകന്നു പോയി സ്വാമി. അതേ അപ്പരെ, ഞങ്ങളെയെല്ലാം അവൻ വിട്ടുപിരിഞ്ഞു. ശിവ ശിവ. എവിടെയാ എവിടെയാ നമ്മുടെ ഉണ്ണി? നീലിച്ച ശരീരവുമായി അവനതാ ആ കട്ടിലിൽ. നാഗദംശനമേറ്റ മകനെ മറച്ചു വെച്ചിട്ടോ ഈയുള്ളവരെ വിരുന്നു സൽക്കാരം ഒരുക്കിയത്? മഹാപാപം മഹാപാപം. നാവുക്കരശ നാവുക്കരശ നാവുക്കരശ. അയ്യോ, ഇതെന്ത് കാഴ്ച! ചിദംബരേശ്വര ഭഗവാനെ, ഇതെന്തു മായ, ഇതെന്ത് ലീല! ഇതും അങ്ങയുടെ തിരുവിളയാട്ടമോ? ഇതെന്തൊരു പരീക്ഷണം! നാട്ടിൽ നന്മ പുലർത്തുന്നവർക്ക് ഈ വിധം വിധിച്ചാൽ, ശിവനെ നിന്റെ കരുണ എവിടെ? അവിടുത്തെ കരുതൽ എവിടെ? നിന്നെ പുകഴ്ത്തി തേവാരമോതുന്ന എൻ ഗതി എവിടെ? വേണ്ട വേണ്ടപ്പനെ, വേണ്ട ഈ കൊടും ലീലകൾ വേണ്ടപ്പനെ. ഇതാ അവിടുത്തെ തിരുസന്നിധി തേടി അടിയൻ വരുന്നു. ഈ പുത്രനെ ആ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നീ തന്നെ വഴികാട്ടിയാലും മഹാപ്രഭോ. സർപ്പദർപ്പം നശിപ്പിക്കും പോലെ മഹാദേവാ, കാളകൂടം സേവിച്ച് അവിടുന്ന് വിശ്വത്തെ രക്ഷിച്ചതുപോലെ അമൃതനാടീ കടാക്ഷത്താൽ ഈ കുമാരനെയും വിഷമുക്തമാക്കണേ നീലകണ്ഠ. ആ നിലയ്ക്കാത്ത അമൃതധാരയിൽ മൃതികളൊക്കെ അമൃതമാവട്ടെ, നിത്യമാവട്ടെ. മഹാദേവ മഹാശങ്കര, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. നാഥൻ മുടിമേലിരിക്കും നാഗപ്പാമ്പേ, നല്ലുറവ വച്ചിരിക്കും നല്ല പാമ്പേ, പാതളം തന്നിൽ വസിക്കും പത്തിപ്പാമ്പേ, മണ്ഡലമിട്ടുടൽ വളയ്ക്കും വർണ്ണപ്പാമ്പേ.
കുറ്റമറ്റ ശിവനു കുണ്ടലമായി കൂറും തിരുമാലിനങ്ങ് കുടയുമായി കറ്റക്കുഴൽ പാർവതിക്ക് കങ്കണമായി മറയാതങ്ങ് ഉള്ളം തെളിഞ്ഞു നീ അണയൂ തിരുവുള്ളം കനിയൂ മകന് പ്രാണൻ നൽകൂ തിരുവുള്ളം കനിയൂ മകന് പ്രാണൻ നൽകൂ മകന് പ്രാണൻ നൽകൂ. ഗജടാധര പുങ്കവവാഹന ഗംഗാധരന്മേൽ സത്യം പന്നകഭൂഷണ സന്നകഭൂഷണ ഗൗരീശന്മേൽ സത്യം സുരവരവർഷിണി ദുർധരദർശിനി ശങ്കരിമേൽ സത്യം നാഗഭണക്കുട ജടമുടി ചൂടും നാഗേന്ദ്രന്മേൽ സത്യം ശിവശങ്കരനെ സത്യം ഹരശങ്കരനെ സത്യം തിരുവടി പൊരുളെ സത്യം ശിവപെരുമാളെ സത്യം മൺമേൽ സത്യം വിൺമേൽ സത്യം എന്മേൽ സത്യം നിന്മേൽ സത്യം എന്മേൽ സത്യം നിന്മേൽ സത്യം. ഹര ഹര മഹാദേവ ഹര ഹര മഹാദേവ. സ്വാമി എന്റെ നാവുക്കരശ പൊന്നേ. വെള്ളപ്പളങ്ക് പതിച്ചർക്ക കിരണം ആകാശപൃഥ്വീതലങ്ങളെ നിർമ്മലമാക്കുന്നത് പോലെ വെള്ളിക്കുന്നിറങ്ങി വന്ന ശങ്കരൻ വീണ്ടും പുനർജന്മമേകിയ നാവുക്കരശൻ ഇവൻ. അപ്പോതിയടികളെ അരുൾമൊഴി അമ്മേ, ഇതാ ഇവനെ സ്വീകരിച്ചാലും ദുഃഖം വെടിഞ്ഞ് സന്തോഷത്തോടെ ജീവിച്ചാലും അനുഗ്രഹങ്ങളെന്നും ഉണ്ടാകും. സ്വാമി അവിടുന്ന് യാത്രയോതി പിരിയുകയാണോ? ശേഷകാലം ഞങ്ങളോടൊപ്പം ഇവിടെ വസിക്കരുതോ? കണ്ടില്ലേ കണ്ടില്ലേ, വിരിഞ്ചൻ ഈ പ്രപഞ്ചമൊക്കെ വിരിയിച്ചു. സഹസ്രവണങ്ങളാൽ ഈ പ്രപഞ്ചം ഹരിനാരായണൻ വാടിച്ചു. മറ്റൊരു പിറവിക്കായി സംഹാരകൻ ചുട്ടു ചാമ്പലായി അണിയുന്നു. വിഭൂതി അണിയുന്ന ഭഗവാന്റെ തിരുമേരയിൽ ഒരു തരി ഒരു നുള്ളു വിഭൂതിയാകാൻ അടിയൻ കൊതിക്കുന്നു. അതിനായി അടിയനിതാ യാത്രയാകുകയാണ്. ആ മഹാവധം തേടിയുള്ള മഹായാനം വിട നൽകിയാലും. സ്വാമി സ്വാമി മഹാദേവ, അടിയനങ്ങ് വരികയാ. പാദങ്ങൾ ഉറക്കാതെ അടിയൻ ചുടല നൃത്തമാടുന്നു. ശിവാനന്ദലഹരിയിൽ ഈ പ്രപഞ്ചം പോലും വിസ്മരിക്കുന്നു. അതെ, ഇനി ഒരേ ഒരു സഞ്ചാരം. സർപ്പിണിയെ സഹസ്രാരം ഭേദിച്ചാൽ പിന്നെ സമസ്തവും പഞ്ചാക്ഷരം. പിന്നെ 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 ഒരു കുതിപ്പ. പടിയാറും കടന്ന പരമനെ കാണാനുള്ള ആത്മാവിന്റെ കുതിപ്പ്. മഹാദേവ മഹാദേവ മഹാദേവ. തിരുനാവുക്കരശരെ,
തിരുനാവുക്കരസനിൽ നിന്നും തിരുവാഗീശ്വരനായി വീണ്ടും നമ്മോടൊപ്പം ശിവപദമേറിയാലും കേൾക്കുന്നില്ലേ ആ ശംഖനാദം? ഗൗരീശങ്കര പീഠം വലം വച്ചു വരുന്ന ആത്മനാദം വിളിക്കുകയാ അടിയനെ, ക്ഷണിക്കുകയാ. ആവുന്നില്ല തമ്പുരാനെ, കണ്ണ് രണ്ടും മങ്ങി. പഞ്ചഭൂതാത്മകമായ ശരീരം തളരുന്നു. വയ്യ, ഒരടി നടക്കുവാനാവതില്ല. സംസാരസാഗരത്തിൽ അടിയന് കാലിടറുന്നു. മഹാഭാഗുവായ അവിടുന്ന് കൈനീട്ടി സ്വീകരിച്ചാലും പ്രഭോ, കൈനീട്ടി സ്വീകരിച്ചാലും പ്രഭോ. ചിദംബരനാഥൻ